മോദിയെ കുറ്റം പറയാൻ മാത്രം വാ തുറക്കുന്ന രാജ്ദീപ് സർദേശായിയുടെ വായടപ്പിച്ച് ശശി തരൂർ. മോദി യുഎസിനെ ഉറക്കെ വിമർശിച്ചില്ല. അതായിരുന്നു മോദി വിരുദ്ധന്റെ പരാതി. മോദി സർക്കാർ രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. മോദിക്ക് അതിന് കഴിയില്ല. അമേരിക്കയെ വിമർശിച്ചില്ല എന്നതിന്റെ പേരിൽ മോദിയെ ആക്രമിച്ച സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജയറാം രമേശിനും കൂടിയുള്ള ശക്തമായ മറുപടിയാണ് തരൂറിന്റേത്. ഇറാന്റെ പരമാധികാരത്തെ ലംഘിച്ച് അമേരിക്ക ആക്രമണം നടത്തിയതിനും അവിടുത്തെ സർക്കാർ മേധാവിയായ അലി ഖമനേയിയെ വധിച്ചതിനും ഉറക്കെ വിമർശനം ഉയർത്താതിരുന്ന ഇന്ത്യയെ ന്യായീകരിച്ച തരൂർ. ലോകത്താകെ 193 രാജ്യങ്ങളുണ്ട്. അതിൽ എത്ര പേർ അമേരിക്കയെ വിമർശിക്കാൻ ധൈര്യപ്പെട്ടു? സ്പെയിൻ മാത്രമാണ് അമേരിക്കയെ വിമർശിച്ചത്. എന്തുകൊണ്ടാണ് ഈ 193 രാജ്യങ്ങളും അമേരിക്കയെ വിമർശിക്കാൻ ധൈര്യപ്പെടാത്തത്? അതിനു പിന്നിൽ ചില കണക്ക് കൂട്ടലുകളുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധത്തിൽ നിർണായകമായ ഒട്ടേറെ രാജ്യ താൽപര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിനും അന്ധമായി അമേരിക്കയെ എതിർക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. അമേരിക്കയെ വിമർശിക്കുക വഴി അമേരിക്കയെ എതിരാളിയാക്കുമ്പോൾ നഷ്ടപ്പെടാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലരും അതിന് മടിക്കുന്നത്. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ സർക്കാരിന് അതിന് കഴിയില്ല. അതുപോലെ ഉക്രൈനെ റഷ്യ ആക്രമിച്ചപ്പോൾ മോദി പ്രദർശിപ്പിച്ച നയതന്ത്രത്തെയും തരൂർ അഭിനന്ദിച്ചു. അന്ന് റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ റഷ്യയെ വിമർശിക്കാത്തതിന് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മോദി റഷ്യയിൽ ചെന്ന് പുടിനെയും പിന്നീട് ഉക്രൈനിൽ ചെന്ന് സെലൻസ്കിയും ആലിംഗനം ചെയ്തപ്പോഴാണ് എത്ര തന്ത്രപ്രധാനമായിരുന്നു മോദിയുടെ ആ നിശബ്ദത എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ഇരുവശത്തുമുള്ളവരോട് സംസാരിക്കാനുള്ള ചാനലുകൾ ഈ മൗനത്തിലൂടെ തുറന്നിടാൻ കഴിയുന്നു. അത് നയതന്ത്രത്തിൽ സുപ്രധാനമാണ്. അമേരിക്കയെ വിമർശിച്ചില്ല എന്നതിന്റെ പേരിൽ മോദിയെ ആക്രമിച്ച സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജയറാം രമേശിനും കൂടിയുള്ള ശക്തമായ മറുപടിയാണ് തരൂർ നൽകിയത്. നയതന്ത്രത്തിന്റെ ലോകം വേറെയാണ്. രാജ്യത്തെ ജനങ്ങളുടെ മൊത്തം താൽപര്യങ്ങളെ സംരക്ഷിക്കേണ്ടതിനാണ് ഒരു സർക്കാർ മുൻതൂക്കം നൽകേണ്ടത് എന്നും അവിടെ വേണ്ടി വന്നാൽ മൗനം പാലിക്കണമെന്നുമാണ് തരൂർ വ്യക്തമാക്കിയത്. ലോക സംഭവ വികാസങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് സംബന്ധിച്ച് ഇന്ത്യക്ക് ചില നയങ്ങളുണ്ട്. പഞ്ചശീല തത്വം ഉൾപ്പെടെയുള്ള നയങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം കണക്കിലെടുക്കണമെന്നും തരൂർ പറഞ്ഞു. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിൽ നരേന്ദ്രമോദി പുലർത്തുന്ന മൗനത്തെ രൂക്ഷമായി വിമർശിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം രംഗത്ത് വന്നിരുന്നു. ആഗോള സംഘർഷങ്ങൾ പെരുകുമ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്ര നിലപാടാണ് അവർ ചോദ്യം ചെയ്തത്. ദില്ലിയിലെ ഇറാൻ എംബസിയിൽ വിദേശ സെക്രട്ടറി അനുശോചന രേഖയിൽ ഒപ്പിട്ടു എങ്കിലും മോദി വ്യക്തിപരമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ബോധപൂർവമുള്ള ഈ നടപടി പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിഷ്പക്ഷത പുലർത്തുന്ന രാജ്യം എന്ന ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കുമെന്നായിരുന്നു മാധ്യമങ്ങൾ വിലയിരുത്തിയത്. അമേരിക്കയും ഇസ്രയേലിനെയും പിണക്കാതിരിക്കാനുള്ള മോദിയുടെ പരിശ്രമമാണിത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുടെ അധിനിവേശ നയങ്ങളെ നടപടികളെ വിമർശിക്കാനുള്ള വിമുഖതയാണ് മോദിയുടെ മൗനമെന്നാണ് ഗാർഡിയൻ പറഞ്ഞത്. അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള പ്രതിരോധ സാങ്കേതിക മേഖലയിലെ സഹകരണം നിലനിർത്താനുള്ള കണക്കുകൂട്ടിയുള്ള സംയമനമാണിത് എന്ന് റോയിറ്റേഴ്സ് വിലയിരുത്തി. എന്തായാലും നരേന്ദ്രമോദിയുടെ നിലപാട് അത് രാജ്യത്തിന്റെ നയതന്ത്രം ഭദ്രമായി സൂക്ഷിക്കാനുള്ള നിലപാടാണ് എന്ന് രാജ്യത്തിനകത്തു നിന്ന് തന്നെ നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ മികച്ച നയതന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന തരൂർ പറയുമ്പോൾ അതിലപ്പുറം മറ്റൊരു മറുപടിയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.